ചേലക്കരയിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി 4 ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം. ചേലക്കര പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. എംടിക്ക് വേണ്ടി നിള നദിക്കരയിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ചെറുതുരുത്തി ഷൊർണൂർ എംടി നിള കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എംടിയുടെ സർഗാവിഷ്കാരങ്ങൾക്കൊപ്പം നടന്നവർ ഒത്തുകൂടി. എംടിക്ക് പ്രിയപ്പെട്ട നിള നദിക്കരയിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് അധ്യക്ഷനായ ചടങ്ങിൽ മാനസി, എം ആർ മുരളി, വിജേഷ് എടക്കുന്നി, ഡോക്ടർ കെ കെ പി സംഗീത, രാജീവ് പിള്ളത്ത്, ഡോക്ടർ വി ബിന്ദു, ഡോക്ടർ രജിത രവി, കലാമണ്ഡലം ഹരിനാരായണൻ, സ്മിത കോടനാട്, ഡോക്ടർ കെ ആർ ബീന, പ്രസീത വി, സന്ധ്യ മണ്ണത്ത്, ഡോക്ടർ നാരായണൻ പാലക്കീഴ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നിത്യകാമുകൻ പി കുഞ്ഞിരാമൻ നായരായിരുന്നു. പക്ഷേ MTIയും നിളയുടെ കാമുകൻ. കാരണം പി കുഞ്ഞിരാമൻ നായർ നേരത്തെ ജനിച്ചുപോയി. പക്ഷെ അദ്ദേഹം വടക്ക് നിന്ന് വന്ന് ഇവിടെ കൂടിയ ആളാണ്. അതിനേക്കാൾ MT ആയിരുന്നു നിളയുടെ സൗഹൃദവും നിളയുടെ ആർദ്രതയും ഒക്കെ ഏറ്റുവാങ്ങിയ. നിളയ്ക്ക് വേണ്ടി, അത് കുഞ്ഞിരാമൻ നായർക്ക് അതിനൊരു അവസരം ഉണ്ടായില്ല. നിളയ്ക്ക് വേണ്ടി, നിളയുടെ നിലനിൽപ്പിന് വേണ്ടി പ്രതിരോധം തീർക്കാൻ മുന്നോട്ട് വരാൻ സാധിച്ച, അതിൽ കേരളത്തിൻ്റെ പ്രകൃതി സംരക്ഷണമായാലും കേരളത്തിലെ മിക്കവാറും ഏത് പ്രശ്നങ്ങളിലും ഇടപെടാൻ സാധിച്ച വലിയ എഴുത്തുകാരനായിരുന്നു MT. നമുക്കൊക്കെ അറിയാം. അതിനെക്കുറിച്ച് വളരെ ദീർഘമായ ഒരു പ്രസംഗം ഇവിടെ കാഴ്ചവെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സ്ഥാനമുള്ള ഒരാൾ. എന്നെ സംബന്ധിച്ച് MT എന്ന് പറയുന്ന മലയാളത്തിലെ എഴുത്തുകാരിൽ ഏറ്റവും അന്തസ്സുള്ള എഴുത്തുകാരൻ എന്ന രീതിയിൽ വിശേഷിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അഹങ്കാരം എന്നതിന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം അദ്ദേഹം വിശ്വസിച്ചത്, അദ്ദേഹം ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ സർഗശേഷിയെ ആശ്രയിച്ചായിരുന്നു. തൻ്റെ കയ്യിലുള്ള അക്ഷരമാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ സമ്പത്തായത്. ഈ മരങ്ങളിൽ ഇരിക്കുന്ന പക്ഷികൾ ചില്ലകൾ ഒടിയുമോ എന്ന് പേടിക്കാറില്ല. കാരണം ചില്ലകൾ ഒടിഞ്ഞാലും ഒടിഞ്ഞില്ലെങ്കിലും ആ പക്ഷികളുടെ ബലം എന്ന് പറയുന്നത് അവരുടെ ചിറകുകളിലാണ്. തുടർന്ന് അക്ഷര സമർപ്പണം നടന്നു. സുബിൻ ചെറുതുരുത്തി നന്ദി അറിയിച്ചും സംസാരിച്ചു. അയാളെ ഓർക്കുന്ന, അയാളുടെ ഓർമ്മകളിലൂടെ അതുകൂടി മരിച്ചു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ മരിക്കുന്നുള്ളൂ. ആ അർത്ഥത്തിൽ ഒരിക്കലും മരിക്കാത്ത ഒരു മനീഷിയാണ് MT എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ അന്വേഷണങ്ങളും വ്യക്തിപരമായ അന്വേഷണങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ കഥകളിൽ, നോവലുകളിൽ ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. സ്വാധീനം എല്ലാ തലമുറകളിലേക്കും വിന്യസിച്ചുകൊണ്ടേയിരിക്കും. MT മരിക്കാതെ ഈ മലയാളത്തിൽ എന്നും ഉണ്ടാകും എന്ന് പറഞ്ഞു വയ്ക്കുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ഡെസ്ക് CCV.